അമ്പലമുക്കിലെ വീട്ടിൽ നിന്നും ജോലി കഴിഞ്ഞ് മടങ്ങവേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. അവിടെ എത്തിയപ്പോഴാണ് വീട്ടുടമയുടെ 2.5 പവന്റെ മാല മോഷ്ടിച്ച കുറ്റം തന്റെ പേരിൽ ചാർത്തപ്പെട്ട കാര്യം ബിന്ദു അറിയുന്നത് തന്നെ. താനല്ല മാല കട്ടതെന്ന് പറഞ്ഞിട്ടും പോലീസുകാർ ചെവി കൊണ്ടില്ല. ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ, ഈ വിവരം ഉറ്റവരെ പോലും അറിയിക്കാതെ പോലീസ് ഇവരുടെ മേൽ കുറ്റം ചാർത്തി. തെളിവെടുപ്പെന്ന വ്യാജേനെ ബിന്ദുവിനെ രാത്രി 9 മണിക്ക് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപമാനഭാരത്താൽ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവർ തല താഴ്ത്തി നിന്നു. കുടിക്കാൻ ഒരൽപ്പം വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ പൈപ്പ് ചൂണ്ടിക്കാട്ടി അവിടെ നിന്ന് കുടിക്കുവാൻ ആക്രോശിച്ചു. പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. കാണാതായ മാല തിരിച്ചു കിട്ടിയിരിക്കുന്നു. പ്രശ്നം രമ്യമായി പരിഹരിച്ച് അവരെ വിട്ടയച്ചേക്കൂ എന്നായിരുന്നു കോളിന്റെ ഉള്ളടക്കം. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു രാത്രി മുഴുവൻ അവർ സ്റ്റേഷനിൽ ബന്ദിയാക്കപ്പെട്ടിട്ടും നാട്ടുകാരുടെ മുന്നിൽ കള്ളിയാക്കപ്പെട്ടിട്ടും ജാമ്യം ലഭിക്കാൻ നേരം പോലീസുകാരൻ പറഞ്ഞതിങ്ങനെ: എന്റെ ഔദാര്യത്തിൽ ഞാൻ വിടുകയാണ്. അമ്പലമുക്കിലോ നിന്നെ കാണുകയോ ഇവിടെ നടന്ന കാര്യം പുറത്തു പറയുകയോ ചെയ്താൽ ഇനിയും അഴിക്കുള്ളിലാകും എന്നായിരുന്നു.